അപ്പോൾ ഇന്ന് ഞാനേ നിങ്ങളെയൊക്കെയും 1892 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവാം. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഭാരത പര്യടനം നടത്തുന്ന ഒരു സമയമായിരുന്നു 1892. അപ്പോൾ അദ്ദേഹം ബംഗളൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലൊക്കെ സഞ്ചരിച്ച് രാമേശ്വരത്ത് യാത്ര അവസാനിപ്പിക്കാനായിരുന്നു പദ്ധതി. യാത്രക്കിടയിൽ ബംഗളൂരുവിൽ വെച്ച് അദ്ദേഹം ഡോക്ടർ പൽപുവിനെ കണ്ടു. അന്ന് നമ്മുടെ കേരളത്തിൽ അതിഭീകരമായിരുന്ന ജാതി വ്യവസ്ഥയെയും കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനെ അറിയിച്ചു. യൂറോപ്പിൽ വിദ്യാഭ്യാസം നേടിയിട്ടും ദളിത് ജാതിയിൽപ്പെട്ടതുകൊണ്ട് സ്വന്തം നാട്ടിൽ തനിക്ക് വൈദ്യശാസ്ത്രം ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യം ഡോക്ടർ പൽപു സ്വാമി വിവേകാനന്ദനോട് പറഞ്ഞു. അങ്ങനെയാണ് കേരളത്തിലൂടെ യാത്ര ചെയ്ത് കന്യാകുമാരിയിലേക്ക് പോകാൻ സ്വാമി വിവേകാനന്ദൻ തീരുമാനിച്ചത്. അങ്ങനെ 1892 നവംബർ മാസം 27 അദ്ദേഹം തീവണ്ടിയിൽ ഷൊർണൂരിൽ വന്നിറങ്ങി. തുടർന്ന് ഒരു കാളവണ്ടിയിൽ തൃശ്ശൂരിലേക്ക്, അവിടെ നിന്നും ബോട്ടിൽ തിരുവിതാംകൂറിലേക്ക്. വഴിമധ്യേ കൊടുങ്ങല്ലൂർ ക്ഷേത്രം സന്ദർശിക്കാൻ ശ്രമിച്ച സ്വാമി വിവേകാനന്ദൻ 3 ദിവസം കാത്തിരുന്നിട്ടും പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചില്ല. 26 ദിവസത്തോളം കേരളം ഒട്ടുക്കും അദ്ദേഹം സഞ്ചരിച്ചു. കേരളത്തിൽ കൊടികുത്തി വാണിരുന്ന ജാതി ഹിംസ കണ്ട് മനംനൊന്താണ് അദ്ദേഹം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന ചരിത്രപ്രസിദ്ധമായ പരാമർശം നടത്തിയത്. അന്ന് വിവേകാനന്ദൻ വിമർശിച്ച ജാതി വ്യവസ്ഥ ഇന്നും നമുക്കിടയിലുണ്ടോ? ആ ജാതിബോധത്തിൻ്റെ കേടുപാടുകൾ ഇന്നും ആവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിക്കേണ്ടതേ നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, ആ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം. ജീവിച്ചിരുന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ യുവജനങ്ങളെ അത്രത്തോളം പ്രചോദിപ്പിച്ചു സ്വാമി വിവേകാനന്ദൻ. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യം കൈവരിക്കൂ, അതുവരെ കാത്തു നിൽക്കരുത്, നമുക്ക് ഇനിയും ദൂരം ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾ എല്ലാ കാലത്തും നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനവുമാണ്.